ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻസ്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻസ്. അതായത് നമുക്കിപ്പം ഒരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ, കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് ഉള്ള ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഇക്വേഷൻസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് തന്നിട്ട് സോൾവ് ചെയ്യാനാണ് പറയുക. അപ്പം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് ഉള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഇപ്പം ഞാൻ പറയുന്ന മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്കതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻറ്റിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: y" പ്ലസ് ay' പ്ലസ് by ഈസ് ഈക്വൽ ടു 0. ഒന്നും കൂടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം മുന്നേ നമ്മൾ പഠിച്ച ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്തായിരുന്നു? y" പ്ലസ് p(x) ഇൻറ്റു y ഈസ് ഈക്വൽ ടു p(x) ഇൻറ്റു y' പ്ലസ് q(x) ഇൻറ്റു y ഈസ് ഈക്വൽ ടു r(x). ഇതായിരുന്നു നമ്മൾ പഠിച്ച ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ. ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു 0 വന്നാൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ p(x) ഇൻറ്റു y' പ്ലസ് q(x) ഇൻറ്റു y ഈക്വൽ ടു 0. ഇതെന്താണ്? ഒരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലേ. പക്ഷേ ഇത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻസ് അല്ല. അതായത് ഇവിടെ കോൺസ്റ്റൻറ്റ് വരുന്നതിനെയാണ് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻസ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് p(x)ന് പകരം ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് എയും q(x)ന് പകരം ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് ബിയും വേണം ഇവിടെ ഉണ്ടാകാൻ. അതാണ് y" പ്ലസ് ay' പ്ലസ് by ഈസ് ഈക്വൽ ടു 0. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻസ്. ക്ലിയർ ആയല്ലോ? അതായത് ഇവിടെ ഒരിക്കലും എക്സ് ഒന്നും വരുന്ന ടേംസ് ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. 1 2 3 ABC അങ്ങനെയുള്ള കോൺസ്റ്റൻറ്റ്സ് ആയിരിക്കണം എപ്പോഴും ഇവിടെ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ? ഒന്നാമത്തെ കണ്ടീഷൻ ലീനിയർ ആയിരിക്കണം. ഈക്വൽ ടു 0 ഉണ്ടെങ്കിൽ അത് ലീനിയറും ആണ് ഹോമോജീനിയസും ആണ്. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുക കോൺസ്റ്റൻറ്റ്സ് ആണോന്ന്. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതെന്താണ്? ഒരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഇത് നിങ്ങളിപ്പം സെക്കൻഡ് ഓർഡറിൽ മാത്രമല്ല ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിന് തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ അല്ലേ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാ ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലും, എല്ലാ ടൈപ്പല്ല, നമ്മളവിടെ കുറച്ച് ടൈപ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ പഠിച്ച സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലൊക്കെ ആ മെത്തേഡ് അപ്ലൈ ചെയ്യാം. അവിടെ വരുന്നത് ഒരു 3 കേസാണ്. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒന്നാമത്തത് y ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കേസ് വെച്ച് സോൾവ് ചെയ്യാം. രണ്ടാമത്തെ കേസ് എക്സ് ഇല്ലെങ്കിൽ വേറൊരു കേസ് വെച്ച് സോൾവ് ചെയ്യാം. മൂന്നാമത്തെ കേസ് 2 സൊല്യൂഷനിൽ ഒരു സൊല്യൂഷനാണ് തരുന്നതെങ്കിൽ അങ്ങനെ വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഇനി ഈ മെത്തേഡാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ തരാം, തേർഡ് ഓർഡർ തരാം, ഫോർത്ത് ഓർഡർ വരെ തരാം. പക്ഷേ അതെന്തായിരിക്കണം? 1 ഇക്വേഷൻ ലീനിയർ ആയിരിക്കണം, 2 അതൊരു ഹോമോജീനിയസ് ആയിരിക്കണം. ഒന്നുമില്ല ഈക്വൽ ടു 0 ഉണ്ടെങ്കിൽ അതെല്ലാം ഹോമോജീനിയസ് ആയിരിക്കും. മൂന്നാമത്തേത് എന്താണ്? കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് ആയിരിക്കണം. അപ്പം ഒരു തേർഡ് ഓർഡർ ആണെങ്കിൽ എങ്ങനെയാണ് വരിക? y" പ്ലസ് ay" പ്ലസ് by' പ്ലസ് cy ഈക്വൽ ടു 0. ഇതായിരിക്കും ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. ഇനി നമുക്ക് ലീനിയർ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് ലീനിയർ എന്ന് പറയണമെങ്കിൽ അതിലിപ്പം 3 പ്രോപ്പർട്ടീസ് അവിടെ എക്സിസ്റ്റ് ചെയ്യണം. ഒന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക, ഈ y" കോയിഫിഷ്യൻ്റ് എപ്പോഴും 1 ആയിരിക്കണം. അതായത് ഇതിവിടെ എപ്പോഴും ഒറ്റയ്ക്കേ ഉണ്ടാകാൻ പാടുള്ളൂ, അതിൻ്റെ കൂടെ വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തെ കണ്ടീഷൻ, ഇവിടെ വരുന്ന y' ഒക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒന്നും കൂടെ വേറൊരു y വരാൻ പാടില്ല. വേറൊരു yൻ്റെ ഒരൊറ്റ ടേമും വരാൻ പാടില്ല. y' ഒന്നും വരാൻ പാടില്ല. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പവറായിട്ട് ഒരിക്കലും
അപ്പോൾ ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. 1ന് നമ്മൾ പ്രത്യേകം എഴുതേണ്ട കാര്യമില്ല. ഇനി അതിൻ്റെ പവറായിട്ട് ഒരിക്കലും 2ഓ 3ഓ അതിലധികമോ വരുന്ന നമ്പേഴ്സും വരാൻ പാടില്ല. ഇത് 3 എക്സിസ്റ്റ് ചെയ്താൽ ഇതെന്താണ്? ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ചിലപ്പം നമുക്കിപ്പം ഇതിപ്പം എന്താണ്? ലീനിയർ ആണ്. ചിലപ്പോൾ ഇതിൽ ഒരു ടേം ഉണ്ടാവില്ല, എന്നാലും അത് ലീനിയർ ആയിരിക്കും, അത് 0 ആയി പോയതായിരിക്കും. അപ്പോൾ ഒരു ടേം ഇല്ലെങ്കിലൊന്നും കുഴപ്പമില്ല. ഈ ഒരു 3 കണ്ടീഷൻസ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് കേസ് ഫസ്റ്റ് ആണ്. നമുക്കിപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ തരും അല്ലേ? അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡിൽ ഇപ്പം ഏത് കേസാണെങ്കിലും ആദ്യം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കും. അപ്പം ഈ റൂട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ നമുക്ക് 2 റൂട്ട് കിട്ടും, അതായത് സൊല്യൂഷൻസ്. തേർഡ് ഓർഡർ ആണെങ്കിലോ 3 എണ്ണം കിട്ടും അല്ലേ? അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കേസ് 1 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റൂട്ട് ഉണ്ടല്ലോ, ഈ റൂട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ റൂട്ട്സ് ആണെങ്കിൽ, ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രണ്ടും രണ്ടായിരിക്കണം. അതായത് ഇതൊന്നാണെങ്കിൽ ഇതൊരിക്കലും ഒന്നാവാൻ പാടില്ല. മനസ്സിലായില്ലേ? ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 റൂട്ട്സ് ആയിരിക്കണം. അതേപോലെ തന്നെ അത് റിയൽ റൂട്ട്സ് ആയിരിക്കണം. റിയൽ റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോംപ്ലക്സ് നമ്പർ ആയിട്ടുള്ള i വരാൻ പാടില്ല. അപ്പം കോംപ്ലക്സ് നമ്പർ അല്ലാത്ത റിയൽ റൂട്ട്സ് ആയിരിക്കണം. ഇങ്ങനെ 2 റൂട്ട്സ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ജനറൽ സൊല്യൂഷൻ്റെ ഇക്വേഷൻ ഇതായിരിക്കും. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഇതായിരിക്കും ജനറൽ സൊല്യൂഷൻ്റെ ഇക്വേഷൻ. എന്താണ്? നമുക്ക് ഇപ്പോൾ കിട്ടുന്ന 2 റൂട്ട്സിനെ നമുക്ക് m1 m2 എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജനറൽ സൊല്യൂഷൻ y = c1 e m1x പ്ലസ് c2 e m2x. c1 c2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർബിറ്റററി ആണ്. അപ്പം ഇത്രേ ഉള്ളൂ. ഇതോടെ പ്രോബ്ലം കഴിയും. ഇനി കേസ് 2 നോക്കാം അല്ലേ? കേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ റൂട്ട്സ് ആർ ഈക്വൽ. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ ഒരു m3 കൂടി വന്നു എന്ന് വെച്ചോ, m3 അല്ലെങ്കിൽ m4 വന്നു എന്ന് വെച്ചോ. അങ്ങനെയാണ് ഇക്വേഷൻ എങ്ങനെ വരും? y = c1 e m1x പ്ലസ് c2 e m2x പ്ലസ് c3 e m3x പ്ലസ് c4 e m4x. അങ്ങനെയും നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇത് സെക്കൻഡ് ഓർഡറിൽ മാത്രമല്ല നമ്മൾ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുക, തേർഡ് ഓർഡറും ഫോർത്ത് ഓർഡറും ഒക്കെ ചെയ്താൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി കേസ് 2 എന്ന് പറയുന്നത് റിയൽ റൂട്ട്സ് ആർ ഈക്വൽ. നമുക്കിപ്പം ഞാൻ പറഞ്ഞു ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം റൂട്ട് കണ്ടുപിടിക്കുക. കിട്ടുന്നത് 2 റൂട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ 3 റൂട്ടോ എന്തോ ആയിരിക്കട്ടെ. ആ റൂട്ട് എന്ന് പറയുന്നത് ഒന്ന് റിയൽ ആയിരിക്കണം, അതായത് കോംപ്ലക്സ് നമ്പർ ആയിട്ടുള്ള ഐയിൽ വരുന്ന റൂട്ട് ആവരുത്. കോംപ്ലക്സ് അല്ലാത്ത റൂട്ട്സിനെയാണല്ലോ നമ്മൾ റിയൽ എന്ന് പറയുന്നത്. ഒന്ന് അതൊരു റിയൽ റൂട്ടായിരിക്കണം. രണ്ടാമത്തത് ഇതിപ്പോൾ രണ്ടും തുല്യമാണെങ്കിൽ നമുക്ക് ചിലപ്പം കിട്ടും 2 റൂട്ടും 2 അല്ലെങ്കിൽ 1 കിട്ടും. ഇനിയിപ്പോൾ 3 എണ്ണം ഉണ്ടെന്ന് വെച്ചോ, 3 എണ്ണം ഇപ്പോൾ 3 കിട്ടിയാൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ ഇപ്പോൾ 2 എണ്ണം ആണെങ്കിൽ m1 m2 തുല്യമാണെങ്കിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y = c1 + c2x ഇൻറ്റു e mx. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റൂട്ടാണ്. കാരണം m1 m2 തുല്യമായതുകൊണ്ടാണ് ഞാൻ m എന്ന് പറഞ്ഞ് എഴുതിയത്. ഇനിയിപ്പോൾ 3 എണ്ണം ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ ഒരു തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 3 റൂട്ട്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? c1 + c2x, c2 ഇവിടെ c3 ആണ്, c3x² e mx. m എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന റൂട്ടായിരിക്കും. ഇനിയിപ്പോൾ ഒരു m4 ഉണ്ടെങ്കിൽ ഇവിടെ c4x4 വരും കേട്ടോ. ആ ഒരു മാറ്റേ ഉള്ളൂ. ഇനി കേസ് 3 പറയുന്നത് 2 ഡിസ്റ്റിങ്ക്റ്റ് കോംപ്ലക്സ് റൂട്ട്സ്. അതായത് നമുക്കിപ്പം കോംപ്ലക്സ് റൂട്ട് കിട്ടി. നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിയതിന് ശേഷം നമുക്കിതാ ഇങ്ങനെ കോംപ്ലക്സ് റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ റൂട്ട് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, അതായത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ടുകളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y = e⁴x c1 cos βx പ്ലസ് c2 sin βx. ആൽഫ എന്ന് പറയുന്നത് ഇവിടെ റിയൽ പാർട്ടും ബീറ്റ എന്ന് പറയുന്നത് ഐൻ്റെ കോഎഫിഷ്യൻറ്റും ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇനി വേറൊരെണ്ണം, ഇപ്പോൾ നമുക്കിപ്പം കോംപ്ലക്സ് റൂട്ട് കിട്ടും. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് റൂട്ട്സ് ആണെങ്കിൽ ഇതായിരിക്കും സൊല്യൂഷൻ വരിക. ഇനി ഡിഫറെൻ്റ് അല്ല, 2 റൂട്ടും സെയിം ആണ്, അപ്പം ഈക്വൽ ആയിട്ടുള്ള കോംപ്ലക്സ് റൂട്ട്സ് ആണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എഴുതുക y ഈക്വൽ ടു e റീസ് ടു ആൽഫ എക്സ് c1 പ്ലസ് c2x കോസ് ബീറ്റ എക്സ് പ്ലസ് c3 പ്ലസ് c4 എക്സ് സൈൻ ബീറ്റ എക്സ്. c1 c2 c3 ആൻഡ് c4 ആർ ആർബിട്രറി. അപ്പോൾ ഈ 4 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് പഠിച്ചാലേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ക്വസ്റ്റ്യൻ മാത്രമല്ല, നമ്മൾ ഇനി അങ്ങോട്ടേക്കുള്ള ഒരുപാട് മെത്തേഡ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ എന്തായാലും പഠിക്കണം. മസ്റ്റായിട്ട് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകും കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ഡി ക്യൂബ് വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് 6 ഡി സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 11 ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 6 വൈ ഈസ് ഈക്വൽ ടു 0. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഇത് ഏത് ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന്. 0 ഉള്ളത് കൊണ്ട് അതൊരു ഹോമോജീനിയസ് ആണെന്ന് അറിയാം. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ കോയിഫിഷ്യൻറ്റ് 1 ആണ്. പിന്നെ ഇതിനൊക്കെ മുകളിൽ പവർ വരുന്നുണ്ടോ? ഇല്ല, ഒക്കെ 1 അല്ലേ. ഇതിൻ്റെ മുകളിലൊരു 2ഉം 3ഉം ഒന്നും വരുന്നില്ലല്ലോ. അതേപോലെ ഇതിൻ്റെ കൂടെ വേറെ വൈകളും വരുന്നില്ല. ആകെ ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണ്? ലീനിയർ ആണ്. പിന്നെ എന്താണ്? ഹോമോജീനിയസും ആണ്. ഇനി കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻറ്റും കൂടി ആണെങ്കിലേ നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള കോയിഫിഷ്യൻറ്റ് നോക്ക്, 6, 11, 6 കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻറ്റുമാണ്. സോ നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഇനി നമുക്കറിയാം ഡി ക്യൂബ് വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇത് ഏത് ഡെറിവേറ്റീവാണ്? തേർഡ്. അപ്പോൾ അതിനെ നമുക്ക് വൈ ട്രിപ്പിൾ ഡാഷ് എന്ന് എഴുതാം അല്ലേ. 6 ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈ ഡബിൾ ഡാഷ്. ഇതോ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഡാഷ് 6y ഈസ് ഈക്വൽ ടു 0. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് തരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. അത് ഭയങ്കര സിമ്പിളാണ്, ഒന്നുമില്ല. അപ്പോൾ വൈ ട്രിപ്പിൾ ഡാഷിന് എന്ത് കൊടുക്കുക? അപ്പം നിങ്ങൾ എടുക്കുന്ന വേരിയബിൾ എം ആണെങ്കിൽ എം, ലാംഡ വേണമെങ്കിൽ ലാംഡ എടുക്കുക. ഇവിടെ ഞാൻ എം ആണ് എടുക്കുന്നത്. അപ്പം വൈ ട്രിപ്പിൾ ഡാഷിന് ഞാൻ എന്ത് കൊടുക്കുന്നു? ഇവിടെ 3 അല്ലേ, സോ എം ക്യൂബ് എന്ന് കൊടുക്കുന്നു. വൈ ഡബിൾ ഡാഷിനോ ഇവിടെ 2 ആണ്, ഞാൻ എം സ്ക്വയർ എന്ന് കൊടുക്കുന്നു. വൈ ഡാഷിനോ ഇവിടെ 1 ആണ്, ഞാൻ അതിന് എം എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ വൈക്ക് ഞാൻ എന്താ കൊടുക്കുക? 1. ഇത് കാണാതെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതിന് 2-3 എണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ പഠിച്ചോളും. എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്താ വരിക? എം ക്യൂബ് പ്ലസ് 6m സ്ക്വയർ പ്ലസ് 11m പ്ലസ് 6 ഈക്വൽ ടു 0. ഇവിടെ 1 അല്ലേ. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. നമുക്കിപ്പം ഇതൊരു സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരുന്നെങ്കിൽ റൂട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. -b പ്ലസ് ഓർ -b വെച്ചിട്ട് നമുക്ക് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ തേർഡ് അല്ലേ. തേർഡൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആദ്യം നിങ്ങളൊരു ട്രയൽ ചെയ്തിട്ടൊരു റൂട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ട്രയൽ ചെയ്യുക? അതായത് ഇവിടെ എമ്മിന് നിങ്ങൾ തന്നെ ഓരോ നമ്പേഴ്സ് ഇട്ടിട്ട് ഓരോ റൂട്ട് കണ്ടുപിടിക്കുക. ഇവിടെ ഞാനിപ്പം എമ്മിന് 0 കൊടുത്താൽ ഇത് 0, ഇത് 0, ഇത് 0, ഇതൊരിക്കലും 0 ആകില്ല. നമുക്ക് ഇതിന് എമ്മിന് വാല്യൂ ഇട്ട് കൊടുക്കുമ്പം ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്? റൂട്ടാണ്. അത് നമുക്കറിയാമല്ലോ. അപ്പോൾ എമ്മിന് 0 കൊടുക്കുമ്പം നമുക്ക് കിട്ടില്ല. ഇനി ഞാൻ എമ്മിന് 1 കൊടുത്താലോ? 1 കൊടുത്താലും കിട്ടില്ല. ഇനി ഞാൻ എമ്മിന് ഒരു -1 കൊടുത്താൽ എന്താ വരിക? -1 ക്യൂബ് പ്ലസ് 6 ഇൻറ്റു -1 സ്ക്വയർ പ്ലസ് 11 ഇൻറ്റു -1 പ്ലസ് 6 ഈക്വൽ ടു 0. അപ്പോൾ എന്താ വരിക? -1ൻ്റെ ക്യൂബ് -1, 6 ഇൻറ്റു -1ൻ്റെ സ്ക്വയർ എന്ത് തന്നെയാണ്? 1 ആണ്. അപ്പോൾ 6 ഇൻറ്റു 1 6, -1 ഇൻറ്റു 11 -11 പ്ലസ് 6 ഈക്വൽ ടു 0. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ +6ഉം ഈ +6ഉം കൂടി ഞാൻ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്തിട്ട് +12 ആക്കി എഴുതുന്നു. ബാക്കിയുള്ളത് അതേപോലെ. ഇനി -1 -11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -12 + 12 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. അപ്പം എമ്മിന് -1 കൊടുക്കുമ്പം ഈ ഇക്വേഷൻ 0 പോയി. സോ ഒരു റൂട്ട് എന്താണ്? m1 ഈക്വൽ ടു -1. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഫാക്ടർ ആയിട്ട് എഴുതുക? ഇത് ഇങ്ങോട്ടേക്ക് എടുക്കും അല്ലേ. ഇപ്പം ഇത് m ആക്കി തന്നെ എടുത്തോ. m-1 ഈക്വൽ ടു 0. അപ്പം ഈ ഇക്വേഷൻ്റെ ഒരു ഫാക്ടർ എന്താണ്? m-1. അപ്പം ഇങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിച്ചാൽ ബാക്കി റൂട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒന്നും ചെയ്യണ്ട. ഈ ഡിഫറൻഷ്യൽ അതായത് ഈ ഇക്വേഷനെ, ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ
ഇതിനെ കൊണ്ട് ഹരിച്ചാൽ മതി. ഇത് ഈ -1 ഇങ്ങോട്ട് വരുമ്പോൾ +1 ആട്ടോ. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ നമുക്ക് ഇതിനെ കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഹരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി, നമുക്ക് കിട്ടിയ ഫാക്ടർ എഴുതി. ഇതിനെ കൊണ്ട് ഹരിക്കണം. എങ്ങനെയാണ് ഹരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉള്ളത് അത് മാത്രം നോക്കുക. ഇവിടെ m³ അല്ലേ, ഈ എമ്മിനോട് എന്ത് ഗുണിക്കുമ്പോഴാണ് നമുക്ക് m³ കിട്ടുക? ഇവിടെ ഒരു m ഉണ്ട്, അപ്പോൾ 2 m കൂടി ഗുണിക്കണം. അതായത് എത്രയാണ്? m² അല്ലേ. അതായത് ഒരു എമ്മിനോട് 2 പ്രാവശ്യം m ഗുണിക്കണം. ഈ 2 പ്രാവശ്യം m ഗുണിക്കുന്നതിനെയാണ് നമ്മൾ m² എന്ന് പറയുന്നത്. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? m³ കിട്ടുള്ളൂ. അപ്പം ഇവിടെ ഇതിനോട് എന്ത് ഗുണിച്ചാലാണോ ഇവിടെ ഉള്ളത് കിട്ടുക അത് വേണം ഇവിടെ എഴുതാൻ. അപ്പോൾ നോക്ക്, m² × m എന്താണ്? m³ പ്ലസ് m² × 1 എന്താണ്? m². ഇനി സാധാ ഹരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ? കുറയ്ക്കുക അല്ലേ. m³ ന്ന് m³ പോയാൽ 0. ഇനി 6m² ന്ന് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ എത്ര എണ്ണം ഉള്ളത്? 5m² പ്ലസ് 11m + 6. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് ഇതാ. ഇത് കിട്ടണമെങ്കിൽ ഇതിനോട് എന്ത് ഗുണിക്കണം? എമ്മിനോട് എന്ത് ഗുണിച്ചാലാണ് 5m² കിട്ടുക? നമുക്കറിയാം 5 കിട്ടണമെങ്കിൽ 5 എന്തായാലും വേണം, പിന്നെ m² കിട്ടണം അല്ലേ. അപ്പോൾ എമ്മിനോട് m ഗുണിച്ചാൽ, അപ്പം 5m × m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5m². ഇനി 5m × 1 എന്താണ്? 5m. ഇത് സെയിം സാധനം 0. 11m ന്ന് 5m കുറച്ച ബാക്കി എന്താണ്? 6m പ്ലസ് മുകളിലുള്ളത് ഞാൻ എടുത്തെഴുതി. ഇനി ഇത് കിട്ടണം അല്ലേ. എമ്മിനോട് എത്ര ഗുണിച്ചാലാണ് 6m കിട്ടുക? 6 ഗുണിച്ചാൽ 6 × m എന്താണ്? 6m ആണ്. 6 × 1 എന്താണ്? 6. 0 കിട്ടിയില്ലേ? അപ്പം ഈ നമ്മുടെ ഇതിനെ എങ്ങനെ എഴുതാം? നമുക്കറിയാം ഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇത് രണ്ടും കൂടി ഗുണിക്കുന്ന സമയത്ത് നമുക്ക് ഇത് കിട്ടണം അല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? m³ + 6m² + 11m + 6 = m + 1 × m² + 5m + 6. ഒരു റൂട്ട് നമുക്കറിയാം എന്താണ്? m = -1. ഇനി ഇത് സോൾവ് ചെയ്താൽ ബാക്കി 2 റൂട്ട് കിട്ടും. അതിന് നിങ്ങൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? -b ± √b² - 4ac / 2a. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m² കോയിഫിഷ്യൻറ്റ് 1. c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 6 ആണ്. അപ്പോൾ എന്താ വരിക? -5 ± 5² - 4 × 1 × 6 / 2 × 1. That is -5 ± -25 - 24/2 -5 ± 25 - 24 എന്താ? √1. √1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെ. -5 + 1/2 -5 - 1/2. ഇതെന്താ കിട്ടുക? -5 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4/2 ഓർ ഇതെന്താ? -6/2. ഇതെന്താ? -2 ഓർ -3. അപ്പോൾ 2 റൂട്ട് ബാക്കി 2 എണ്ണം നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m1 = -1. ഇപ്പോൾ ഏതൊക്കെയാണ് കിട്ടിയത്? -2ഉം -3ഉം അല്ലേ. ഇനി നമ്മുടെ റൂട്ട്സ് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ജനറൽ സൊല്യൂഷൻ എഴുതാം. ഇനി ജനറൽ സൊല്യൂഷൻ അറിയണമെങ്കിൽ ഈ റൂട്ട്സ് എങ്ങനെയാണെന്ന് നോക്കണ്ടേ. നമ്മൾ പഠിച്ച ഫസ്റ്റ് കേസ് എന്താണ്? നമുക്ക് കിട്ടുന്ന റൂട്ട് എന്തായിരിക്കണം? റിയലുമായിരിക്കണം, ഡിഫറൻറ്റും ആയിരിക്കണം. നിങ്ങൾ നോക്ക്, ഇതിലൊന്നും i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പേഴ്സ് വരുന്നില്ല അല്ലേ. i വരുന്ന, അതായത് ഒരു ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും വരുന്ന നമ്പേഴ്സിനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിലെന്തില്ല? ഇമാജിനറി പാർട്ടില്ല. സോ ഇതെന്താണ്? റിയൽ ആണ്. ഇതൊരു റിയൽ റൂട്ടാണ്. അതേപോലെ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ടുമാണ്. അപ്പോൾ കേസ് 1 വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ കേസ് 1 പ്രകാരം നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c1 e⁻m1x + c2 e⁻m2x + c3 e⁻m3x വരും. ഈക്വൽ ടു c1 e⁻m1 എന്താ? -1 × x പ്ലസ് c2 e⁻−2 × x പ്ലസ് c3 e⁻−3 × x. എന്ത് വരും? c1 e⁻−x പ്ലസ് c2 e⁻−2x പ്ലസ് c3 e⁻−3x.
ഇത് ഇത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, y∼′ - y′′ ഈസ് ഇക്വൽ ടു 0. ആദ്യം തന്നെ ഇക്വേഷനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. 0 ഉള്ളതുകൊണ്ട് ഹോമോജീനിയസ് ആണ്. y∼ കോയിഫിഷ്യൻറ്റ് 1 ആണ്. പിന്നെ ഇതിൻ്റെ ഒക്കെ പവർ മേലെ എന്താ 1 ആണ്. ഒരിക്കലും 1ൽ കൂടുതൽ ഇവിടെ ഒന്നും വരുന്നില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്, ഇതിൻ്റെ കൂടെ വേറെ വൈകളൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഇതെന്താണ്, ലീനിയർ ആണ്, ഹോമോജീനിയസ് ആണ്. ഇനി എന്തും കൂടി വേണം, കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻറ്റും കൂടി വേണം. ഇവിടെ 6 ആണ്, ഇവിടെ 1 ആണ്. അപ്പം നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം അല്ലേ. ആദ്യം തന്നെ ഇതിനെ എങ്ങനെ മാറ്റണം, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലോട്ട് മാറ്റണം. y³ നമ്മൾ എന്തായിരുന്നു കൊടുക്കുക, m². നിങ്ങൾ എമ്മിന് പകരം ഏത് വേരിയബിൾ എടുത്താലും കുഴപ്പമില്ല. y∼ y3 m3, y∼ m² - 6 y' നമ്മൾ m കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, നേരത്തെ നമ്മൾ എഴുതിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇവിടെ 6 ഒറ്റയ്ക്ക് വന്നു. ശരിക്കും 6ൻ്റെ കൂടെ ഒരു m ഉണ്ടെങ്കിൽ നമുക്ക് എമ്മിനെ പുറത്തെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. പക്ഷെ അവിടെ 6 മാത്രമല്ലേ വന്നുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ എല്ലായിടത്തും m ഉണ്ട്. ഞാൻ ഈ എമ്മിനെ പുറത്തെടുത്തു. ഇവിടെ 3 എമ്മിൽ നിന്ന് ഒരെണ്ണം പുറത്തെടുത്താൽ 2 എണ്ണം. ഇവിടെ ഈ 2 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം പുറത്തെടുത്താൽ ഒരെണ്ണം. ഇവിടെ ഒരെണ്ണത്തിൽ നിന്ന് പുറത്തെടുത്താൽ പിന്നെ അവിടെ 6 ഉള്ളൂ, = 6. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, a × b = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ a 0 ആകണം, അല്ലെങ്കിൽ ആര് 0 ആകണം, b 0 ആകണം. അപ്പം ഇവിടെ m × ഈ ഇക്വേഷൻ = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ m 0 ആകണം, അല്ലെങ്കിൽ ആര് 0 ആകണം, ഈ ഇക്വേഷൻ 0 ആകണം. അപ്പം ആദ്യത്തെ റൂട്ട് കിട്ടി, m = 0. ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ബാക്കി 2 റൂട്ട് കിട്ടും. അപ്പോൾ ഇത് മറ്റേ -b ± b² വെച്ച് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അതിന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ അല്ലെങ്കിൽ വേണ്ട. b = -1, c = -6, a = 1. എന്ത് കിട്ടും, 1 ± -b അല്ലേ, അപ്പോൾ മൈനസും മൈനസും പ്ലസ് ആയി പോവും. 1 ± റൂട്ട് 1² 1 മൈനസ് 4 × 1 × -6 ÷ 2. 1 ± റൂട്ട് 6 4 24, മൈനസും മൈനസും പ്ലസ് ആയിപ്പോയി, അവിടെ റൂട്ട് 25 വരും. അപ്പം 1 ± 5/2 വരും. അതായത് 1 + 5/2 1 - 5/2 എന്ന് വരും. അതായത് എന്ത് വരും, 3 or -2. അപ്പോൾ നമ്മുടെ ബാക്കി റൂട്ട് ഏതൊക്കെയാണ്, m2 = 3, m3 = -2, m1 നമ്മൾ കണ്ടുപിടിച്ചത് എന്തായിരുന്നു, 0. ഇനി നമുക്കറിയാം നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസ് എന്താ പറയുന്നത്, ഡിഫറെൻറ്റ് റൂട്ടുകളായിരിക്കണം. 3ഉം ഡിഫറെൻറ്റാണ്. പിന്നെ അതിൽ പറയുന്നത് റിയൽ ആയിരിക്കണം. 3ഉം എന്ത് തന്നെയാണ്, റിയൽ ആണ്. അപ്പോൾ ഫസ്റ്റ് കേസ് വെച്ച് ജനറൽ സൊല്യൂഷൻ എന്താ വരിക, y(x) = c1 e⁻m1x + c2 e⁻m2x + c3 e⁻m3x. c1 e⁻0 + c2 e⁻3x + c3 e⁻−2x. ഇതെന്തായിപ്പോയി, 1 ആയിപ്പോയി. e⁻0 1 ആണ്. c1 + c2 e⁻3x + c3 e⁻−2x. ഇനി അടുത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കുക. d³ y / dx³ - d² y / dx² - 8dy / dx + 12y = 0. 0 ഉള്ളതുകൊണ്ട് ഒരു ഹോമോജീനിയസ് ആണ്. ലീനിയർ ആണെങ്കിലോ, ഇവിടെ ഇത് ഒറ്റയ്ക്കായിരിക്കും അതായത് കോയിഫിഷ്യൻ്റ് 1 ആയിരിക്കും. അതും അങ്ങനെ തന്നെ. അതേപോലെ ഇതിൻ്റെ മേലെ ഒരു പവറും വരാൻ പാടില്ല, ഓൺലി അത് 1 മാത്രമായിട്ട് ഇരിക്കണം. ഇവിടെ ഒന്നും വന്നിട്ടുമില്ല. പിന്നെയോ ഇതിൻ്റെ കൂടെ വേറൊരു വൈകൾ വരാൻ പാടില്ല. ഇവിടെയൊക്കെ ഒരൊറ്റ വൈൻ്റെ ടേം മാത്രമല്ലേ വന്നിട്ടുള്ളൂ. സോ ലീനിയർ ആണ്, ഹോമോജീനിയസ് ആണ്. ഇനി എന്തും കൂടി നോക്കണം, കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് ആണോ നോക്കണം. ഇവിടെ 8 ആണ്, ഇവിടെ 12 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്യാമല്ലോ. ഇനി ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d³ y / dx³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, y∼' ആണ്. ഇവിടെയോ y∼' ആണ്. ഇതെന്താണ്, y' ആണ്. പ്ലസ് 12y = 0. എന്താ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരിക, ഇവിടെ 3 അല്ലേ, അപ്പം m³ - m² - 8m + 12 = 0. yക്ക് നമ്മൾ കൊടുക്കുക 1 ആണ്, y' m ആണ്.
വൈ ഡബിൾ ഡാഷിന് എന്താണ് എം സ്ക്വയർ ആണ്, വൈ ട്രിപ്പിൾ ഡാഷിന് എന്താണ് എം ക്യൂബ് ആണ്. ഇത് കാണാതെ അറിഞ്ഞിരിക്കണം, എല്ലാ പ്രോബ്ലത്തിലും കൊടുക്കാനുള്ളതാണ്. നേരത്തെ ചെയ്തതുപോലെ എമ്മിനെ പുറത്തെടുത്ത് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൽ എം വരുന്നില്ല. എല്ലാത്തിലും എം ഉണ്ടെങ്കിലേ എമ്മിനെ പുറത്തെടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതപ്പോൾ നിങ്ങൾ ട്രയൽ ചെയ്തിട്ട് വേണം ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ. ഇവിടെ ഇപ്പോൾ ഞാൻ എമ്മിന് 0 കൊടുത്താൽ ഇത് മൊത്തം 0 ആയി പോകും, ഇവിടെ 12 വരും. അതായത് എമ്മിന് എന്ത് വാല്യൂ കൊടുത്താലും നമുക്ക് ഇപ്പുറത്തുള്ള നമ്പർ 0 കിട്ടണം, എങ്കിലേ അത് റൂട്ടാകുള്ളൂ. ഇവിടെ എമ്മിന് 0 കൊടുത്താൽ 0 കിട്ടൂല. എമ്മിന് നിങ്ങൾ കൊടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എമ്മിന് 1 കൊടുത്താലും 0 കിട്ടൂല. അങ്ങനെയാണ് ഞാൻ എമ്മിന് 2 കൊടുക്കുക. അപ്പോൾ 2 ക്യൂബ് മൈനസ് 2 സ്ക്വയർ മൈനസ് 8 ഇൻറ്റു 2 പ്ലസ് 12 ഈക്വൽ ടു 2 ക്യൂബ് എന്താ 8 മൈനസ് 4 മൈനസ് 16 പ്ലസ് 12. ഇത് നിങ്ങൾക്ക് 0 കിട്ടും ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ എം ഈക്വൽ ടു 2 എന്താണ്, ഒരു റൂട്ടാണ്. അപ്പോൾ M1 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ തേർഡ് ഓർഡർ ആയതുകൊണ്ട് ബാക്കി നമ്മൾ എന്താ ചെയ്തത്, അപ്പം എം ഈക്വൽ ടു 2 ആണെങ്കിൽ ഫാക്ടറിനെ എങ്ങനെ എഴുതാം, ഈ 2നെ ഇങ്ങോട്ടേക്ക് എടുക്കുക, m-2 ഈക്വൽ ടു 0. എന്നിട്ടോ ഈ m-2 വെച്ചിട്ട് ഈ ഇക്വേഷനെ നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ കിട്ടും. പിന്നെ നമുക്ക് 2 റൂട്ട് കണ്ടുപിടിക്കും. അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ ഹരിച്ചുകൊണ്ടിരുന്നത്, ആദ്യം ഇവിടെ എന്താ നോക്കുക, എം ക്യൂബ് കിട്ടണമെങ്കിൽ എമ്മിനോട് എന്താ ഗുണിക്കേണ്ടത്, എം സ്ക്വയർ അല്ലേ. എം സ്ക്വയർ ഇൻറ്റു എം എന്താണ്, എം ക്യൂബാണ്. അതേപോലെ നിങ്ങൾ ഇതിനോടും ഗുണിക്കണം കേട്ടോ. എം സ്ക്വയർ ഇൻറ്റു -2 എന്താണ്, -2 എം സ്ക്വയർ. എം ക്യൂബ് നിന്ന് എം ക്യൂബ് പോയ 0. ഇനി ഇവിടെ എന്താണെന്ന് നിങ്ങൾ നോക്കണം, മൈനസ് എം സ്ക്വയറിൽ നിന്ന് എന്താ കുറയ്ക്കുന്നത്, മൈനസ് എം സ്ക്വയർ. നമ്മളിപ്പം ഇവിടെ ചെയ്തെന്താ, എം ക്യൂബ് നമ്മൾ ഹരിക്കുമ്പോൾ എന്താ ചെയ്യുക, മേലെയുള്ളതിൽ നിന്നും താഴെയുള്ളത് കുറയ്ക്കും അല്ലേ. മേലെയുള്ളത് ഞാൻ എഴുതി, അതിൽ നിന്നും താഴെയുള്ളത് കുറയ്ക്കണം. എന്താ കുറയ്ക്കേണ്ടത്, താഴെയുള്ളത് എന്താ, -2 എം സ്ക്വയറാണ്. അപ്പോൾ ഇതെന്താ വരിക, മൈനസ് എം സ്ക്വയർ, ഇത് രണ്ടും കൂടി ചേർന്ന് +2 എം സ്ക്വയർ അല്ലേ. മൈനസ് എം സ്ക്വയർ +2 എം സ്ക്വയർ എന്താണ്, എം സ്ക്വയർ ആണ്. അതായത് ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് നമ്മൾ കുറച്ചാൽ മതി. ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് -1ഉം ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് 2. -1 + 2 എന്താണ്, 1 ആണ്, എം സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്താ വരിക, എം സ്ക്വയർ പ്ലസ് മുകളിലുള്ളത് എടുത്തെഴുതാം. ഇനി നമുക്ക് എം സ്ക്വയർ കിട്ടണം. എം സ്ക്വയർ കിട്ടണമെങ്കിൽ എമ്മിനോട് എന്ത് ഗുണിച്ചാൽ മതി, എം ഗുണിച്ചാൽ മതി. എം ഇൻറ്റു എം എന്താണ്, എം സ്ക്വയർ. എം ഇൻറ്റു -2 എന്താണ്, -2m. എം സ്ക്വയർ എം സ്ക്വയർ പോയാൽ 0. ഇനി 8mൽ നിന്നും എന്താ കുറയ്ക്കുന്നത്, ഇവിടെ 8mൽ നിന്നും -2m കുറയ്ക്കുന്നത് അല്ലേ. അപ്പം ഇത് രണ്ടും കൂടി ചേർന്ന് പ്ലസ് ആകും. 8m + 2m എന്താണ്, 10m അല്ലേ. അപ്പോൾ ഇവിടെ 10m വരും. മേലെയുള്ളത് ഇവിടെ മൈനസ് ആട്ടോ വരിക, ഇവിടേക്ക് എഴുതിയപ്പം മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ ഇവിടെ മൈനസാണ് വരിക. അപ്പോൾ ഇത് കുറയ്ക്കുക എങ്ങനെയാണ്, -8mൽ നിന്നും എന്താ കുറയ്ക്കേണ്ടത്, -2m. അപ്പം ഇതെന്തായിപ്പോയി, പ്ലസ് ആയിപ്പോയി. -8m -2m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, -6m. ഇത് നിങ്ങളില്ലേ സെയിം സാധനമല്ല. അപ്പോൾ ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് എടുക്കുക. എമ്മിൻ്റെ കൂടെ ഉള്ളത് എന്താണ്, -2. ഇവിടെ എമ്മിൻ്റെ കൂടെ ഉള്ളത് എന്താണ്, -8. ഇവിടെ എമ്മിൻ്റെ കൂടെ ഉള്ളത് 2 അല്ലേ. -8 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, -6. അതായത് ഒരു മൈനസും പ്ലസും കൂടി വന്നു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പറുകൾ തമ്മിൽ കുറയ്ക്കുക. 8ൽ നിന്ന് 2 പോയാൽ 6. എന്നിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിവിടെ എമ്മുകൾ തമ്മിലല്ല കുറയ്ക്കുന്നത്, എന്നിട്ട് ആ എം അതിൻ്റെ കൂടെ അങ്ങോട്ട് കൊടുത്താൽ മതി. ബാക്കി ഇവിടെയുള്ള 12 അല്ലേ. ഇനി നമുക്ക് ഈ -6m കിട്ടണമെങ്കിൽ എമ്മിനോട് എന്ത് ഗുണിക്കണം, -6 ഇൻറ്റു എം ആണ് -6. -6 ഇൻറ്റു -2 എന്താണ്, +12. 6 2 12, മൈനസും മൈനസും പ്ലസ് ആയിപ്പോയി. ഇനി നോക്ക്, -6mൽ നിന്നും മൈനസ് ചെയ്യണം, -6mൽ നിന്നും കുറയ്ക്കണം എന്ത്, -6m. ഇത് പ്ലസ് ആയിപ്പോയി. അപ്പം ഈ സാധനം പ്ലസ്സും നെഗറ്റീവും വന്നാൽ 0 ആയിപ്പോവും. 12ൽ നിന്ന് 12 കുറച്ചാൽ 0. എപ്പോഴും അടിയിൽ 0 കിട്ടണം കേട്ടോ. അപ്പം ഇതിനെ കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടിയതാ, ഇത് കിട്ടി. എന്താ അതിൻ്റെ അർത്ഥം, ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ ഇത് കിട്ടും അല്ലേ. അപ്പോൾ ഇതെങ്ങനെ എഴുതാം, ഇതിന് ഇനി ഇങ്ങനെ എഴുതാം. അപ്പോൾ ആദ്യത്തെ റൂട്ട് എന്താണ്, m1 = 2 നമ്മൾ ആദ്യം കണ്ടുപിടിച്ചായിരുന്നു. ഇനി ഇത് സോൾവ് ചെയ്താൽ ബാക്കി 2 റൂട്ട് കിട്ടും. m² + m-6. നിങ്ങൾ ആ -b ± b വെച്ചിട്ട് ചെയ്താൽ മതി. -1 ± √1 - 4 × 1 ×
അപ്പോൾ ബാക്കി റൂട്ടുകൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? M2ന് 2ഉം M3ക്ക് നമുക്ക് എന്തും കിട്ടി? -3യും കിട്ടി അല്ലേ? M1 നമുക്ക് ആദ്യം 2ഉം കിട്ടിയായിരുന്നു. ഇനി നമ്മൾ റൂട്ട്സ് കമ്പയർ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് കേസ് എന്താ? റൂട്ടുകൾ റിയൽ ആയിരിക്കണം, റിയലാണ്. പിന്നെയോ റൂട്ടൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കണം. ഡിഫറെൻ്റ് ആണോ? അല്ല, ഇവിടെ ഇത് രണ്ടും സെയിം റൂട്ടാണ്. അപ്പോൾ സെക്കൻഡ് കേസ് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം റൂട്ട് ഡിഫറെൻ്റ് അല്ല, സെയിം ആണ്. സെക്കൻഡ് കേസ് എന്താ പറഞ്ഞത്? റൂട്ട്സൊക്കെ റിയൽ റൂട്ട്സ് ആയിരിക്കണം, അതേപോലെ തന്നെ ഈക്വൽ റൂട്ടും ആയിരിക്കണം. ഇവിടെ രണ്ടെണ്ണം ഈക്വൽ ആണ്. രണ്ടെണ്ണം ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്താ? y(x) = അപ്പം M1 = M2 ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ C1 + C2x × e⁻mx ആണ്. ഈ രണ്ടെണ്ണത്തിൻ്റെത് ഞാൻ എഴുതി. ഇത് ഡിഫറെൻ്റ് അല്ലേ? അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതിയാൽ മതി? C3 e⁻m3x എന്ന് എഴുതിയാൽ മതി. അതായത് ആദ്യത്തേതിൽ ഡിഫറെൻറ്റ് റൂട്ട്സ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എഴുതി കൊടുക്കണം. ഇനി എങ്ങനെ വരും? C1 + C2x × e⁻2x + C3 e⁻−3x ഇങ്ങനെ വരും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. y∼′ - 3y' + 2y = 0. ഹോമോജീനിയസ് ആണ്, കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് ആണ്, ലീനിയറും ആണ് അല്ലേ? അപ്പം തന്നെ നമുക്ക് ഇനി ആദ്യം ചെയ്യേണ്ടത് എന്താ? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. m³ - 3m + 2v = 0. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി 0 കൊടുക്കുമ്പോൾ എന്തായാലും കിട്ടില്ല. ഞാൻ m-ന് എന്ത് കൊടുക്കാൻ പോകുകയാണ്? 1 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1 - 3 + 2 എന്താ വരിക? 1 - 3 + 2 0. സോ M1 = 1. m എന്താണ്? ഒരു റൂട്ടാണ്. ഇതിനെ എങ്ങനെ ഫാക്ടറാക്കി എഴുതാം? m-1 = 0. ഇനി ഈ ഇക്വേഷനെ ഇതും കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി റൂട്ട്സ് കണ്ടുപിടിക്കാം. അപ്പം m³ - 3m + 2നെ എന്തും കൊണ്ട് ഹരിക്കണം? m-1 കൊണ്ട് ഹരിക്കണം. എന്താ വരിക? ഇവിടെ എന്താണോ ഉള്ളത് അതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം m-നോട് എന്ത് ഗുണിച്ചാൽ m³ കിട്ടും? m² ഗുണിച്ചാലല്ലേ? m² × m ആണ് m³. ഇനി m² × -1 എന്താ? -m². m³ നിന്ന് m³ പോയ 0. m² കുറയ്ക്കണമെങ്കിൽ ഇവിടെ m² ഉണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ m² ഇല്ലാത്തത് m² 0 ആയിപ്പോയതുകൊണ്ടാണ് അല്ലേ? -3m + 2. അതായത് ഇത് 0 ആയതുകൊണ്ടാണ് ഇതിനെ m³ - 3m + 2 എന്ന് എഴുതിയത്. മനസ്സിലായല്ലോ? അപ്പം m² എവിടെ നിന്നാണ് കുറയ്ക്കേണ്ടത്? 0യിൽ നിന്ന് വേണം നിങ്ങൾ കുറയ്ക്കാൻ. ഇവിടെ ഒരു 0, അത് ഒരു കാര്യം ചെയ്തോ, m³ അടുത്ത ടേം ഏതാ വരിക? m²ൻ്റെ ടേം, അത് ഇതിലില്ലാത്തത് കൊണ്ട് ഞാൻ 0 കൊടുത്തു. -3m + 2 ഹരിക്കണം m-1. m³ കിട്ടണമെങ്കിൽ m²നെ m കൊണ്ട് ഗുണിക്കണം അല്ലേ? അപ്പം m³ കിട്ടും. m² × -1 -m². ഇനി 0യിൽ നിന്നും m² കുറച്ച് -m² കുറയ്ക്കുന്നത്. 0യിൽ നിന്നും എന്താ കുറയ്ക്കുന്നത്? -m². അപ്പോൾ എന്താ വരിക? മൈനസും മൈനസും ചേർന്ന് +m². ബാക്കിയുള്ളത് എടുത്തെഴുതി. -3m + 2. ഇനി m² കിട്ടണമെങ്കിൽ m-നോട് എന്ത് ഗുണിക്കണം? m ഗുണിക്കണം. m × m എന്താണ്? m². m × -1 എന്താണ്? -m. m²ൽ നിന്ന് m² പോയി കഴിഞ്ഞാൽ 0. ഇനി -3mൽ നിന്നും നമ്മൾ എന്താ കുറയ്ക്കുന്നത്? -m. അപ്പം -3m ഈ മൈനസും മൈനസും ചേർന്ന് എന്തായിപ്പോയി? +m ആയിപ്പോയി. -3m + m എന്താണ്? -2m. ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കോയിഫിഷ്യൻ്റ് തമ്മിൽ കുറച്ചോളാം. ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? -3 ആണ്. ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? +1 ആണ്. മൈനസും പ്ലസും വന്നാൽ തന്നിരിക്കുന്ന നമ്പർ തമ്മിൽ കുറയ്ക്കുക. 3ൽ നിന്ന് 1 കുറച്ചാൽ 2. വലിയ നമ്പറിൻ്റെ സൈൻ അവിടെ ഇട്ട് കൊടുക്കുക, കൂടെ m ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? -2m + 2. -2m കിട്ടണമെങ്കിൽ m-നോട് എന്ത് ഗുണിക്കണം? -2 ഗുണിക്കണം. -2 × m ആണ് -2m. -2 × -1 എന്താണ്? +2. 0. അപ്പോൾ ഇത് കിട്ടിയല്ലോ. അപ്പം ഇത് കിട്ടണമെങ്കിൽ ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ മതി.
ഇനി നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതി. നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ ഏതാണ്? ഇത് ഹരിച്ചപ്പോൾ ഇത് കിട്ടിയില്ലേ? ഇനി ഇത് സോൾവ് ചെയ്താൽ ബാക്കി 2 റൂട്ട് കിട്ടും. അപ്പോൾ ഞാൻ നമ്മുടെ -b +or-b വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് m2ന് 1ഉം m3ക്ക് -2ഉം കിട്ടും. ആദ്യം നമ്മൾ m1 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതും എന്താണ്? 1 ആണ്. അപ്പോൾ കേസ് 1 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം കേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട്സ് ഡിഫറെൻ്റ് ആയിരിക്കണം. ഇവിടെ രണ്ടും ഒരുപോലെ വന്നു അല്ലേ? അപ്പോൾ കേസ് 2 എന്താ പറയുന്നത്? കേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട്സ് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണ് സൊല്യൂഷൻ എന്താ വരിക? y(x) = c1 + c2x e⁻mx പ്ലസ് ഇവിടെ മൂന്നാമതൊരു റൂട്ടും കൂടി ഉള്ളത് കൊണ്ട് അത് ഡിഫറെൻ്റ് അല്ലേ? അത് ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ എഴുതാൻ പറ്റില്ല. c3 e⁻m3x എങ്ങനെ വരും? c1 + c2x e⁻1 × x 1 തന്നെ പ്ലസ് c3 e⁻−2x. ഇതാണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 16d² y + 24dy + 9y = 0. d² y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, y" ആണ്. അതായത് നമ്മുടെ d²y / dx² ആണ്. ഇനി dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? y' ആണ്. അതായത് എന്താണ്? dy/dx. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പം d³ y ഇല്ല, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y" ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നാൽ മനസ്സിലാക്കണം. ഇത് കണ്ടാൽ തന്നെ അറിയാം ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. 0 ആണ്, കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻസ് ആണ്. ഇതിൻ്റെയൊക്കെ കോയിഫിഷ്യൻ്റൊക്കെ എന്താണ്? അതായത് ഇതിൻ്റെ കോയിഫിഷ്യൻസിലൊന്നും y-ൻ്റെ ടേം വരുന്നുമില്ല അല്ലേ? പിന്നെ കിടക്കുന്നത് ഇവിടെ നമുക്കൊരു 16 വരുന്നുണ്ട് അല്ലേ? ഈ 16 എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് ആണ്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ജസ്റ്റ് y" + 24y' + 9y = 0. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ ആക്കി എഴുതാം? 16m² + 24m + 9 = 0. ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? -b +or-b വെച്ച് ചെയ്താൽ മതി. -b +or-b വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. +or-0, ആ 0 പോക്കരുത്, നിങ്ങൾ ഇതേപോലെ ഡിഫറെൻ്റ് ആക്കി മാറ്റി എഴുതാം. ഇനി -24/32. എന്താ 24/32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 24നെ 3 × 8 എന്ന് എഴുതാം. 32നെയോ 4 × 8 എന്ന് എഴുതാം. 8 8 പോയി കഴിഞ്ഞാൽ 3/4. അപ്പോൾ -24/32 എന്താണ്? -3/4. ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഇത് രണ്ടും റൂട്ടാണ്. രണ്ടും എന്ത് തന്നെയാണ്? -24/32, അതായത് -3/4. അപ്പോൾ ഇവിടുത്തെ 2 റൂട്ട്സും എന്താണ്? സെയിം ആണ്. പിന്നെ ഇത് സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് 2 റൂട്ട് മാത്രമേ ഉള്ളൂ. -3/4 m2 = -3/4 അല്ലേ? അങ്ങനെയാണ് സൊല്യൂഷൻ എന്താ വരിക? y(x) = c1 e⁻m1x + c2 e⁻m2x. That is equal to c1 e⁻−3/4x + c2 2 റൂട്ട് സെയിം ആണല്ലോ. 2 റൂട്ട് സെയിം ആണെങ്കിൽ y(x) = c1 + c2x e⁻mx. That is equal to c1 + c2x e⁻−3/4x വരും.